ഹേ ഓൾ അസ്സലാമു അലൈക്കും. അങ്ങനെ 9ാമത്തെ നോമ്പായില്ലേ. എന്ത് പെട്ടെന്നാൽ എന്നും പറയണ പോലെ തന്നെ ഇന്നും പതിവിൽ ഞാൻ നേരത്തെ അല്ല എണീറ്റത്, നേരം വൈകിട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ അത്താഴം ഞാൻ കഴിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നേരെ എൻ്റെ ഉമ്മയുടെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. ഇവിടെ വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ ഇനി പറയണ്ട, ഒരുപാട് സ്ഥലത്തുനിന്ന് പിള്ളേർ ഇവിടെ ചൂണ്ടാൻ വരും. ആ ചൂണ്ടാൻ നിൽക്കണ നേരത്ത് നമുക്ക് നല്ല രസമാണ് കണ്ടിക്കാൻ കേട്ടോ. വല്യമ്മയുടെ തക്കാളി മരമാണ് കേട്ടോ ഇത്. ഇതുമ്പോൾ അത്യാവശ്യം ഒരു കിലോൻ്റെ ഒക്കെ അടുത്ത് തക്കാളി കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറ്റിയെന്ന് അറിയില്ല, ഫുള്ള് കരിഞ്ഞു പോയി. ഇനി വരുന്ന തൈകളും കരിഞ്ഞു പോണത് എന്ന് പറയണം കേട്ടോ എന്നോട്. ഇത് വെറുതെ കഴിക്കാനും, കാരണം വേറെ വളങ്ങളൊന്നും ഇട്ടെടുക്കാണ്ട് കഴുകാതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാമാടെ ഒരു വഞ്ചിയാണ് കേട്ടോ അത് കയറ്റി വെച്ചിട്ടുള്ളതുകൊണ്ട്. വേറൊരു വഞ്ചി കമഴ്ത്തി പുഴയിലിട്ടിട്ടുള്ളതുകൊണ്ട് അവനക്ക് മീൻ കിട്ടാതെ അവൻ വേറെ അപ്പുറത്തേക്ക് പോയി. നമ്മളെ പൂച്ച സെറ്റായിട്ടുണ്ട്. ആദ്യം ആൾക്കാരെ കാണുമ്പോൾ ഓടും, ഇപ്പോഴും ഓടും, അകലെന്നാൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം ഇന്നലെ കുറേ ഫ്രൂട്ട്സ് എൻ്റെ ഫ്ലോപ്പ് ആയതുകൊണ്ട് ഇന്ന് വേറെ ഷോപ്പിലേക്ക് പോവുകയാണ് ഫ്രൂട്ട്സ് വാങ്ങാൻ. കുഞ്ഞിപ്പാട വണ്ടിയിലാട്ടോ പോണത്. ഞാനും ഇവാനും ഫറമോളും കൂടിയിട്ടാണ് പോണത്. ഇവിടെ അടുത്ത് തന്നെയാണ്, അത്യാവശ്യം ദൂരമൊന്നുമില്ല. ഞങ്ങൾ പോയിട്ടുള്ളത് ഒരു 2 മണി ഒക്കെ ആയപ്പോഴാണ് പോയിട്ടുള്ളത്. ആദ്യം ഞാൻ തണ്ണിമത്തം മാത്രം കിട്ടുന്ന ഷോപ്പ് ഉണ്ടാവുമല്ലോ, അവിടെ പോകാമെന്ന് വിചാരിച്ച്. ഇനി മിക്സ്ഡ് ആയിട്ട് തണ്ണിമത്തം വാങ്ങണ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. പിന്നെ എനിക്ക് മഞ്ഞ തണ്ണിമത്തം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിടെ തണ്ണിമത്തം എന്നാണ് പറയുക. അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോൾ ഇവിടെ ഉള്ളൊക്കെ റെഡാണ്. ഞാൻ ഉദ്ദേശിച്ചത് തണ്ണിമത്തം കട്ട് ചെയ്താൽ മഞ്ഞ കളർ വരില്ല, ആ തണ്ണിമത്തനാണ്. എന്നാലും വേണ്ടില്ല, പുറം മഞ്ഞളുള്ള ഞാൻ 2 വാങ്ങിച്ചു. പിന്നെ ഷമാമ് വാങ്ങിച്ചു. പിന്നെ എനിക്ക് ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ പപ്പായ സ്മൂത്തി ആയിരുന്നു. അപ്പോൾ നാളത്തെ റെസിപ്പിയാണ് പപ്പായ സ്മൂത്തി. അപ്പോൾ ഞാനൊരു പപ്പായ വാങ്ങിച്ചു. പിന്നെ മാമാക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ മാമൻ പറഞ്ഞു മാമാക്കൊന്നൊരു തണ്ണിമത്തം വാങ്ങിച്ചേക്കിന്ന്. അതൊക്കെ വാങ്ങിച്ച് സെറ്റായി. പിന്നെ ഞാൻ ഒരു കഴിക്കാത്തൊരു ഐറ്റമാണ് ഗ്രീൻ ആപ്പിൾ ഞാൻ അച്ചാറൊക്കെ കഴിച്ചിട്ടുണ്ട്, പച്ചയ്ക്ക് കഴിച്ചിട്ടില്ല. അപ്പോൾ ആളെന്നോട് പറയണം ഭയങ്കര റേറ്റ് കുറവാണ് വാങ്ങിച്ചേക്കിന്ന്. തൽക്കാലം ഞാൻ അത് വാങ്ങിച്ചില്ല. ഇവാനും ക്ഷമമായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം അപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് അവൾക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി ബഹളമായിരുന്നു. പിന്നെ എനിക്ക് ഇവിടുന്ന് കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുള്ളതുകൊണ്ട് ഞാൻ പിടിച്ച് വെച്ച് നേരെ അത് കഴിഞ്ഞ ഉടനെ ഓടിയിട്ടോ സൂപ്പർ മാർക്കറ്റിലേക്ക്. എനിക്കൊരു യോഗേട്ട് എടുക്കാനുണ്ടായിരുന്നു. അവിടെ യോഗേട്ട് ഉണ്ടായിരുന്നില്ല, കേട് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മിൽക്കി മിസ്റ്റിൻ്റെ കേട് തന്നെ ഒരു അത്യാവശ്യം ഒരു വലിപ്പമുള്ളത് തന്നെയാണ് എടുത്തത്. എപ്പോഴും വരണ്ടല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഐസ്ക്രീം ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റാൻ നോക്കി. പിന്നെ അവൾക്ക് ജ്യൂസ് ഞാൻ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. ഫറക്കും അവൾക്കും ഏതോ പൊമഗ്രനേറ്റോ ഗ്രേപ്സോ അങ്ങനെ ഏതോ ഒരു ജ്യൂസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് മാറ്റിയിട്ട് അവൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഞാൻ അതറിഞ്ഞിട്ടില്ല. ഞാൻ ബില്ലടിക്കാൻ നിൽക്കണ നേരത്ത് പിന്നെ ഈ ഒരു ലേസ് കണ്ടിട്ട് 2 അതും വാങ്ങിച്ചിട്ട് ഫുള്ള് കാശ് ചിലവാണ് ഇവരായിട്ട് വന്നു കഴിഞ്ഞാൽ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫിഷ് വാങ്ങാൻ പോയിട്ടോ. ഫിഷ് വാങ്ങാൻ പോണ വഴിയിൽ കണ്ടതാണ് കേട്ടോ ഒരു ചേച്ചി തണ്ണിമത്തൻ വിൽക്കണത്. ഇവിടെ KG 28 ഉണ്ടായിരുന്നുള്ളൂ, അവിടെ KG 30 അങ്ങോട്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ച തണ്ണിമത്തൻ, അതായത് പുറത്ത് പച്ചായാലും ഉള്ളിൽ മഞ്ഞ കളറുള്ള തണ്ണിമത്തൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്ക് കഴിക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലും നടക്കുമെന്ന് പറഞ്ഞ സത്യം തന്നെയാണല്ലേ. അപ്പം ഞാൻ ഈ ചേച്ചിയോട് പോയി പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നല്ല വലിയ തണ്ണിമത്തൻ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, നല്ല മധുരം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 4 kg വരുന്ന ഒരു തണ്ണിമത്തൻ എടുത്തായിരുന്നു. എന്നിട്ട് ഓപ്പോസിറ്റുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് വന്നു. ഇവിടെ ആണെങ്കിലൊന്നും പറയണ്ട, നിറച്ച് മീനാണ്. ഏത് മീൻ പറഞ്ഞാലും ഇവിടെ ഉണ്ടാവും, വലുതാവട്ടെ ചെറുതാവട്ടെ ഒക്കെ ഇവിടെ ഉണ്ടാവും. ഞാൻ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ സാധാരണ റോട്ടിൽ കൂടെ പോകുന്ന ആൾക്കാരെ നിന്നാണ് വാങ്ങാറ്. പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടുന്ന് മീൻ വാങ്ങാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ ഉമ്മയോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു വറ്റ വാങ്ങിച്ചാൽ മതി എന്ന്. കാരണം ഞാൻ എന്തായാലും മീൻ അങ്ങനെ കൂട്ടില്ല. പിന്നെ നോമ്പറന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കൂട്ടാനുള്ള മൂടുണ്ടാവില്ല. അപ്പം എന്നോട് 2 ടൈപ്പ് വറ്റ ഉണ്ടായിരുന്നു, ഒരെണ്ണം വലിയ വറ്റും ഒരെണ്ണം ചെറിയ വറ്റും. അപ്പം ഞാൻ പറഞ്ഞു വലിയ വറ്റ എടുത്താൽ മതി. ആളാദ്യം ചെറിയ വറ്റണ് എടുക്കാൻ പോയത്. അപ്പം ഞാൻ പറഞ്ഞു വലുത് തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. 280 1 kgക്ക് ഉണ്ടായിരുന്നു റേറ്റ്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. ബാലൻസൊക്കെ കിട്ടി. നേരെ വണ്ടിയിൽ പോയിരുന്നു. വണ്ടിയിൽ ഫിഷ് ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ താഴെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഫറക്കി നോമ്പില്ല കേട്ടോ, അത് വേറെ കാര്യം. ആ ജ്യൂസും കയ്യിലേന്തി ഇരിക്കുകയാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ വിളിച്ചതിനോട് പറഞ്ഞായിരുന്നു 2-3 സാധനങ്ങളൊന്നും വാങ്ങണമായിരുന്നു എന്ന്. അങ്ങനെ യേശുവേട്ടൻ്റെ കടയ്ക്ക് വന്നപ്പോൾ യേശുവേട്ടൻ ചായ കുടിക്കാൻ പോയി. പിന്നെ നമ്മൾ നല്ല സൗഹൃദമുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ ലോട്ടറി ചേട്ടൻ എനിക്ക് സാധനങ്ങളൊക്കെ എടുത്തു. ചേട്ടൻ അവിടെ എഴുതി വെക്കാമെന്ന് പറഞ്ഞു. ക്യാഷ് ഞാൻ നാളെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് കോഴിമുട്ടയും പൈനാപ്പിളും, എനിക്കിന്ന് പൈനാപ്പിൾ സ്മൂത്തിയാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റിൽ ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചു. പിന്നെ കിച്ചണിലൊക്കെ വന്നപ്പോൾ എൻ്റെ ഒന്ന് ഹെൽപ്പിംഗ് പാർട്ട്ണറായിട്ടുള്ളത് ഫർഹാണ് കേട്ടോ. ഫർഹ നമ്മളെ വീട്ടിൽ നിന്നാണ് നോമ്പറക്കണത്. അങ്ങനെ അവൾ തന്നെ ആ പൈനാപ്പിൾ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടാണ് ഞങ്ങൾ 2 പേരും നിൽക്കുന്നത്. കാരണം ഒരുപാട് ആഡിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇതുവരെ കഴിക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഈ യെല്ലോ തണ്ണിമത്തന്. അങ്ങനെ അവളത് കട്ട് ചെയ്തു. ഇനിയുള്ളത് കട്ട് ചെയ്യാൻ ഞാൻ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതിനൊരു വലിയ പീസ് എടുത്തിട്ട് ആൾ പോയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് വാങ്ങിക്കൊടുത്തെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ അവൾ നോമ്പറക്കി തുടങ്ങി.
അങ്ങനെ ഞാനതൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി അതിൻ്റെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനതാക്കണം. അവളെ കയ്യിൽ കൊടുത്താൽ അവൾ കയ്യോ കാലായിട്ട് മുറിക്കും. അങ്ങനെ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾക്ക് യെല്ലോ പ്ലേറ്റിൽ തന്നെ ഇടണം. എന്ത് യെല്ലോ തണ്ണിമത്തൻ. അപ്പോൾ യെല്ലോ പ്ലേറ്റൊക്കെ മാച്ചിനുള്ളൊക്കെ മേലെ കയറി എടുത്തിട്ട് അതൊക്കെ സെറ്റ് ചെയ്യാണ്. വലിയ സെറ്റിങ്സ് ഒന്നുമില്ല, ചെറുതായിട്ട് സെറ്റ് ചെയ്തിട്ട് അവൾ തന്നെ വെച്ചു. അവൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ലൈറ്റ് എന്നിട്ട് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ്സാണ് ഈ സൈഡിൽ കാണുന്നത്. ഫറ വന്നു കഴിഞ്ഞാൽ ഇവാനിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫറനായിട്ട് കളിക്കാൻ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കുട്ടി പൈനാപ്പിളും ഐസ് വാട്ടറും ചിയാ സീഡും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ജ്യൂസ് അടിക്കുക, വേറെ ഒന്നുമില്ല. ബാക്കിയുള്ളവർക്ക് ഇന്ന് കായ ബജി മുളക് ബജിയാണ് കേട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാവൊക്കെ ഉമ്മ ആദ്യം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫർഹയ്ക്ക് ഇന്ന് എന്താണെന്ന് അറിയില്ല, അവൾക്ക് എന്നെ പൊരിക്കണം. അങ്ങനെ കയ്യോ കാലോ പൊള്ളിക്കിരുന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ ഒരു കായ ബജിയുടെ ഒരു കായ എടുത്തിട്ട് മാവിൽ മുക്കിയിട്ട് അതിങ്ങനെ ആക്കുക. അപ്പോൾ കായയിൽ മാവൊന്നുമില്ല. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, കുഞ്ഞ കുട്ടിയല്ലേ, ആദ്യത്തെ വട്ടം വേണ്ടാന്ന് വെച്ചു. പിന്നെ അവൾ അങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ പെർഫെക്റ്റായി ചെയ്തു തുടങ്ങി. അങ്ങനെ വിജയകരമായിട്ടും 2 ബജി അവൾ സെറ്റാക്കി ഫ്രൈ ചെയ്തു. 3ാമത്തെ ബജി ഇട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞാണ്, ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. അങ്ങനെ ഫറ കഠിന പ്രയത്നത്തിലാണ് കേട്ടോ. കൈ കഴുകൽ, പാത്രം കഴുകൽ, എന്താ പറയുക. അതിനിടയ്ക്ക് എനിക്ക് വലിയ പണികളൊന്നുമില്ല, എനിക്കവിടെ ജസ്റ്റ് ഒരു ക്ലീനിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ഞാൻ എനിക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ട. അങ്ങനെ ഞാൻ പൈനാപ്പിൾ സ്മൂത്തി അടിച്ചു. പിന്നെ ഇന്നത്തെ റെസിപ്പീസൊക്കെ നമ്മൾ ടേബിൾമ കൊടുന്ന് സെറ്റാക്കി. ഫുള്ളൊരു മഞ്ഞമയാണല്ലേ ഇന്ന്. അങ്ങനെ വാങ്ങിക്കൊടുത്തു. ഞാൻ എൻ്റെ ഷുഗറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അവരിൽ 2 ഗ്ലാസ്സിൽ ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് എൻ്റെ പോലെ ഡയറ്റൊന്നും ഇല്ലല്ലോ. ഷുഗറൊക്കെ ആഡ് ചെയ്ത് മാഷാ അല്ലാഹ് ഞങ്ങൾ അടിപൊളിയായിട്ട് നോമ്പറന്നു. ഞാനും ഫറമോളും ഇപ്രാവശ്യം ആദ്യമായിട്ടുണ്ട് ഒരുമിച്ചിരുന്ന് നോമ്പറക്കണത്. ഇവാനും ഷിഫമോളൊക്കെ ഈ സൈഡിലുണ്ട്. അങ്ങനെ അവൾ എൻ്റെ മുന്നിൽ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ബജിയുടെ പ്ലേറ്റ് പൊന്തിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ കയ്യിലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ, തൊടാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയ്യിൽ കാണിക്കുകയാണ്. ഫറ എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട്, കഴിച്ചുടി നല്ല ടേസ്റ്റ് ഉണ്ട് അങ്ങനെയൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്യാണ് കേട്ടോ. ഞാൻ വീണില്ല, എൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് കേട്ടോ അത് പൊട്ടിക്കണതും അത് സ്മെല്ല് ചെയ്യണതും ഒക്കെ. ഞാനത് മൈൻഡേ ചെയ്തില്ല. ഞാൻ ഈ തണ്ണിമത്തനിൽ അഡ്ജസ്റ്റഡ് ആയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം തണ്ണിമത്തൻ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഡിന്നർ ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടില്ല, ഈ 2 സാധനം കഴിച്ചിട്ടുള്ളൂ. അതിന് എൻ്റെ ട്രെയിനറേക്കുന്ന എനിക്ക് അത്യാവശ്യം ചീത്തയും കേട്ടിട്ടുണ്ട്. ഞാനത് സ്മെല്ല് ചെയ്യണമൊക്കെ കണ്ടിട്ട് ഇവരെന്നോട് പറയേണ്ടത് നിനക്ക് കൊതിയാണ് കഴിച്ചേക്ക്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു കൊതിയില്ല, സ്മെല്ല് ചെയ്ത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന്. അങ്ങനെ 11 മണി ആയിട്ടോ. 11 മണിയായപ്പോൾ ഒരു ഗ്രീൻ ടീയും കുടിച്ചിട്ട് ഞാൻ നേരെ വർക്കൗട്ടിന് കയറിയപ്പോൾ മേലെ നിന്ന് നോക്കുമ്പോൾ അത്യാവശ്യം മഞ്ഞ് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് മനസ്സിലായി ലൈറ്റിൻ്റെ ആയിരുന്നു എന്ന്. അങ്ങനെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് വർക്കൗട്ട് കഴിഞ്ഞപ്പോൾ 12:30 അതിൻ്റെ സമയം. ഇന്ന് നല്ല ലാഗായിട്ടുണ്ടായിരുന്നു വർക്കൗട്ട് കഴിയാൻ. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങി സ്വിച്ച് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് തന്നെ പേടിയിട്ട് ഞാൻ വീണ്ടും ലൈറ്റ് ഇട്ടിട്ട് മൊബൈലിൻ്റെ ഫ്ലാഷ് ഇട്ടിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയത്. ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ 6 റൂമിലത്തെ ലൈറ്റ് ഇടും. എന്താണെന്ന് വെച്ചാൽ ഞാനിതെല്ലാം കൂടി ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ തന്നെ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 6 റൂമിലത്തെ ലൈറ്റ് ഇടും. പിന്നെ എപ്പോഴും റോട്ടിൽ പെർമനൻ്റ് ആയിട്ട് ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ല. ഇന്നത്തെ എൻ്റെ ഫുഡ് പിക്ക് ഇങ്ങനെയാണ്. ഞാൻ അത്യാവശ്യം വാട്ടർമെലൺ കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.